എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അല്ലേ ടെൻഷൻ അടിക്കാനായിട്ട്. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കാം. ഏതെങ്കിലും പ്രാധാന്യമുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ പകുതി ടെൻഷൻ കഴിഞ്ഞു അല്ലേ? നമ്മളൊരു മൾട്ടി ടാസ്കിങ് പരിപാടിയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ടെൻഷനോടെ തന്നെ അത് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മാത്രം ശ്രദ്ധിച്ച് നിൽക്കും. അപ്പോൾ മറ്റുള്ള ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും പ്രാധാന്യമുള്ളൊരു കാര്യത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ എന്താവും, നാളെയല്ലേ. ഇന്നത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നാളെ നല്ലതായിട്ട് തന്നെ അത് സംഭവിക്കും അല്ലേ? പല അത്ഭുതങ്ങളും സംഭവിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യം നാളെ ചിലപ്പോൾ അത് വഴി മാറിപ്പോയെന്നിരിക്കും. അപ്പോൾ നാളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷനിലോട്ട് പോകേണ്ട ആ ഒരു അവസ്ഥ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം എന്നുള്ള ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിക്കുക. എല്ലാം സമാധാനത്തോടെ സാവധാനം നടക്കുമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്നിറങ്ങി തിരിച്ചാൽ അത് ഇന്ന് തന്നെ നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം, അപ്പോൾ അങ്ങനെ കരുതാതിരിക്കുക. നമ്മൾക്ക് സമാധാനത്തിൽ സാവധാനം തന്നെ അത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ ടെൻഷനാക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ളവരെ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. അങ്ങനെ പൂർണ്ണമായിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളവരെ ആദ്യമേ തന്നെ അങ്ങ് ഒഴിവാക്കി നിർത്തിയേക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ കൃത്യസമയത്ത് നോക്കി നിൽക്കാതെ അത് നേരത്തെ മുൻകൂട്ടി ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട്, അല്ലാതെ ആ സമയത്തിന് വേണ്ടി കാത്തു നിന്ന് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, കൃത്യം 2 മണിക്ക് ഡോക്ടർ പോകും, ഞാനൊരു 1:45 അവിടെ ചെന്നാൽ മതി എന്ന് വെക്കാതെ നേരത്തെ തന്നെ അത് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും.